ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പോളിനോമിയൽസ്, ബഹുപദങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ക്ലാസ്. ബഹുപദങ്ങളുടെ പല സൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യുക, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി പോളിനോമിയൽസിനെ എങ്ങനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നു, അതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം സമയം, ഡിസ്റ്റൻസ് ദൂരം, സമയവും ദൂരവും, അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ. ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സമയവും ദൂരവും. സമയം, ദൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വരുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കാൽക്കുലേഷനിൽ വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ സമയവും ദൂരവുമാണ് നമ്മൾ അതിന്റെ ടോപ്പിക്കിൽ പറയുമെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കുകൂടിയുണ്ട്, സ്പീഡ്. നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാഹനത്തിലായാലും അല്ലെങ്കിൽ സൈക്കിളിലായാലും നടന്നായാലും ഏത് വേഗതയിലാണ് ആ ഡിസ്റ്റൻസിനെ ആസ്പദമാക്കി നമ്മൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് വേഗതയും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഏത് ഡിസ്റ്റൻസും ടൈമും സമയവും ദൂരവും റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു വാക്കാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സ്പീഡ് കൂടി വരും. ഈ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് ഇവ തമ്മിൽ, അല്ലെങ്കിൽ ഇതിന്റെ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ കാര്യം പഠിക്കണം. ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമയം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇഫ് ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഇസ് ഗിവൺ. ദൂരവും വേഗതയും തന്നു കഴിഞ്ഞാൽ എങ്ങനെ സമയം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനായിട്ട് സമയവും നമുക്ക് വേഗതയും ഉണ്ട് എങ്കിൽ എങ്ങനെ ദൂരം കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവ തമ്മിൽ പരസ്പരം റിലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിന് നമ്മളൊന്ന് അതിന്റെ ഒരു ചെറിയൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതാണ് ഈ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതേണ്ട ഒന്നാണ് വേഗത അല്ലെങ്കിൽ സ്പീഡ്. അപ്പൊ നമുക്ക് ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻസ്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ, ടൈം ആയാലും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയാലും സ്പീഡ് ആയാലും കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് സമവാക്യം രൂപീകരിക്കുന്നത് എന്ന് നമുക്കൊരു ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് ഈ ട്രയാങ്കിളിൽ ഫസ്റ്റ് നമുക്കിവിടെ ഡിസ്റ്റൻസ് എഴുതാം. ഈ ഡിസ്റ്റൻസിന്റെ താഴെയുള്ള ഭാഗത്തെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്പീഡും ടൈമും എഴുതാം. ഇത് മലയാളത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദൂരം നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തുന്നു. ദൂരത്തിനെ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ദൂരത്തിന്റെ താഴെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേഗതയും സമയവും എഴുതുന്നു. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ ടൈം ഇവ ഏതെങ്കിലും ഒന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇക്വേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം കാണുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കാണാനായിട്ട് ഫ്രം ദ ഫിഗർ ഇറ്റ് സെൽഫ്, നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. സ്പീഡും ടൈമും അടുത്തടുത്താണ് കിടക്കുന്നത്. സോ സ്പീഡ് ഇൻടു ടൈം ആണ് ഡിസ്റ്റൻസ്, ദൂരം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് വേഗത ഇൻടു സമയം. വേഗത ഇൻടു സമയം. ആദ്യം നമുക്ക് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിക്കാം. ഇക്വേഷൻസ് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുക. ദൂരം എന്നുള്ളതിന്റെ താഴെ അതിന്റെ താഴെ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. വേഗത, സമയം. വേഗത ഇൻടു സമയമാണ് ദൂരം. അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. ആൻഡ് ഇഫ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്പീഡ്, എന്നാൽ വേഗതയാണ് കാണേണ്ടതെങ്കിലോ, വേഗത കണ്ടല്ലോ, നോക്കിയേ നിങ്ങൾ, വേഗതയെ മാറ്റി നിർത്താം. ബാക്കിയുള്ള ഭാഗം നോക്കുക. ഡിസ്റ്റൻസ് ബൈ, കണ്ടല്ലോ, അതിനാണ് ഈ ബൈ ഇട്ടേക്കണേ. ഡിസ്റ്റൻസിനെ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസിന്റെ ഭാഗത്തെ, ഡിസ്റ്റൻസിന്റെ താഴെയുള്ള ഭാഗം പിന്നെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അപ്പൊ സ്പീഡാണ് കാണേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. എന്ന് വെച്ചാൽ മലയാളത്തില് വേഗതയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ വേഗത സമം ദൂരം ബൈ സമയം. കിട്ടിയോ? ഇനി അടുത്തത്, അപ്പൊ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, നമുക്ക് ഇനി കാണേണ്ടത് ഏതാണ്? ടൈം ആണ്. ടൈം കാണണമെങ്കിൽ, സമയം കാണണമെങ്കിൽ ഡിസ്റ്റൻസ്
ബൈ, കണ്ടല്ലോ ഡിസ്റ്റൻസ് ഇവിടെ ബൈ, അടിയിലാണ് ബൈയിൽ എന്ത് എഴുതണം? സ്പീഡ് എഴുതണം. അപ്പൊ ആ ഒരു ഫിഗർ നമുക്ക് ഓർക്കുകയാണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഓർക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ തെറ്റിക്കാതെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണുമ്പോൾ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം നേരെ നേരെയാണ്. അതുകൊണ്ട് അവിടെ ഡിവിഷൻ അല്ല, ബൈ അല്ല ചെയ്യേണ്ടത്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. കണ്ടല്ലോ. ദൂരത്തിന്റെ താഴെ നമ്മൾ വേഗതയും സമയം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ വേഗത ഇൻറ്റു സമയം. കണ്ടല്ലോ. നേരെ വന്നുകൊണ്ട് ഇൻറ്റു, അടിയിലും മുകളിൽ വരുമ്പോൾ ഡിവിഷൻ. ആ ഒരു കാര്യം ഓർക്കുക. അപ്പൊ ആ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിൽ ആക്കി വെക്കുകയാണെങ്കിൽ, മനസ്സിൽ ഉറപ്പിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ ഒരു 3 ഇക്വേഷൻസ് മറക്കില്ല. ചിലപ്പോൾ അല്ലെങ്കിൽ മാറിപ്പോകും. ഡിസ്റ്റൻസ് കാണുമ്പോൾ ചിലപ്പോൾ സ്പീഡ് ബൈ ടൈം എന്ന് എഴുതാം. അങ്ങനെയൊക്കെ ഉള്ള തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫിഗർ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു. ദൂരം കാണാനായിട്ട് വേഗത ഇൻറ്റു സമയം. ഇനി വേഗതയാണ് കാണേണ്ടതെങ്കിൽ, സ്പീഡാണ് കാണേണ്ടതെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് മുകളിൽ അടിയിൽ ടൈമാണ്. ഡിസ്റ്റൻസ് മുകളിൽ അടിയിൽ ടൈമാണ്. കാണല്ലോ. ദൂരം ബൈ സമയമാണ്. ദൂരം മുകളിലാണ് ന്യൂമറേറ്ററിൽ വരണം, ഡിനോമിനേറ്ററിൽ സമയമാണ് വരേണ്ടത്, വേഗത കാണും. ഇനി ടൈം ആണ് കാണേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് മുകളിൽ ന്യൂമറേറ്റർ ആയിട്ടും സ്പീഡ് അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ടും. കണ്ടല്ലോ. ദൂരം സമയം കാണണമെങ്കിൽ ദൂരം ബൈ വേഗത, ദൂരം മുകളിൽ വേഗത അടിയിൽ. അപ്പൊ ഈ ഒരു ഫിഗറും കൂടി നിങ്ങൾ വരച്ചു വെച്ചിട്ട് അതിന്റെ താഴെ അതിന്റെ ഇക്വേഷൻസ് ചെയ്താണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ഈ ഒരു ഡയഗ്രാം മനസ്സിലോർക്കുക. ഡിസ്റ്റൻസ് ആ ട്രയാങ്കിളിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് ഡിസ്റ്റൻസ് എന്ന മുകളിലത്തെ ഭാഗത്ത്, ആ മുകളിലെ ചെറിയ ട്രയാങ്കിൾ ഭാഗത്ത് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് എഴുതാ. താഴെയുള്ള ഭാഗത്തെ നമ്മൾ വീണ്ടും 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്പീഡും ടൈമും എഴുതുക. എന്നിട്ട് ഇക്വേഷൻസ് കൂടി എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെങ്കിൽ തിരിഞ്ഞൊന്നും പോകരുത്. സ്പീഡ് ബൈ ഡിസ്റ്റൻസ് ഒന്നും വരില്ല. അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം സ്പീഡ്, ഈ ടോപ്പിക് നമ്മൾ പഠിക്കുന്നതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻസ് ആണ് ഇതെല്ലാം. ഇത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക, ബുക്കിൽ എഴുതി വെക്കാം. ഇനിയാണ് നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ എഴുതിയല്ലോ എല്ലാവരും? നോട്ടിൽ എഴുതിയെടുക്കുക. ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം എഴുതി ഇതിന്റെ ഈ ഫിഗറും വരച്ചിട്ട് എഴുതിയെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തൊക്കെയാണ് ഇനി ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സംഗതികളുണ്ട്, ഈ കുറച്ച് ഡിനോമിനേഷൻസ് ഉണ്ട്, കുറച്ച് മെഷർമെന്റുകൾ ഉണ്ട്. അത് ഒന്ന്, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് വിൽ ബി മെഷർഡ് ഇൻ മീറ്റർ ഓർ കിലോമീറ്റർ. നമുക്കറിയാം ഒരു സ്ഥലത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്കുള്ള ദൂരം നമുക്കൊന്നുകിൽ മീറ്ററിലോ അല്ലെങ്കിൽ കിലോമീറ്ററിലോ ഒക്കെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതിന്റെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഐദർ ഇറ്റ് മേ ബി മീറ്റർ ഓർ കിലോമീറ്റർ, അത് മീറ്ററോ കിലോമീറ്ററോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ 2 ഡിനോമിനേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്പീഡിനെ നമുക്ക് കാണിക്കാനായിട്ട് കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ ഇത്ര വേഗതയിലാണ്, ഇത്ര കിലോമീറ്റർ വേഗതയിൽ എന്നൊക്കെയാണ് പറയുക. കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ എന്നാണ് നമ്മൾ പറയുക. ഇനി അതുപോലെ സമയം നമുക്ക് സൂചിപ്പിക്കാം, മിനിറ്റിലായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ്സിലായിരിക്കാം, അവറിലായിരിക്കാം. അപ്പൊ അവിടെയും യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഈ മെഷർമെന്റുകൾ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വരുത്തേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ടാകും. ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്, നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആൻസർ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ വന്നത് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ചില കാൽക്കുലേഷൻസ് ഒക്കെ വരാറുണ്ട് ബിഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് നോക്കാം. 1 കിലോമീറ്റർ നമുക്കറിയാം. 1 കിലോമീറ്റർ അതിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് മീറ്റർ. കിലോമീറ്ററിന്റെ ചെറിയ യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ എഴുതി വെക്കണം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത്, സമയത്തെ സംബന്ധിച്ച് 1 hour ഈസ് ഈക്വൽ ടു 60 minutes എന്ന് നമുക്ക് പറയാം, അല്ലെ? 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറയാം. ഇനി പിന്നെയും നമുക്ക് പറയാം 1 hour ഈസ് ഈക്വൽ ടു ഡാഷ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആയിരിക്കാം ഒന്ന് പറയാമോ? അതായത് 1 hour 60 minutes എന്ന് ഞാൻ പറഞ്ഞു. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണെങ്കിൽ അതിനെ വീണ്ടും ഒരു ലോവസ്റ്റ് ടേമിലേക്ക് നമ്മൾ ഒന്ന് കൺവേർട്ട് ചെയ്താൽ സെക്കൻഡ്സിലേക്ക് ആക്കുമ്പോൾ ഇറ്റ് മീൻസ് 60 മിനിറ്റ് 60 സെക്കൻഡ് ആണ് 1 hour എന്ന് പറയുന്നത്. 60 into 60 that is 3600 seconds ആണ്.
അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മെഷർമെന്റുകൾ, യൂണിറ്റ് ഓഫ് മെഷർമെന്റുകളൊക്കെ നമുക്ക് ഈ കണക്കുകളൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ അറിയാം. 1 kilometer is equal to 1000 meter, 1 hour is equal to 60 minutes, and also 1 hour is equal to 60 into 60 3600 സെക്കൻഡ്സ് ആണ്. 3600 സെക്കൻഡുകളിലേക്ക് നമുക്ക് ഒരു മണിക്കൂറിനെ എഴുതാൻ പറ്റും. ഇതും കൂടാതെ ഇനിയും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇഫ് യു ഹാവ് ടു ചേഞ്ച് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്സ്. ഇനി നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആസ്പദമാക്കി കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ എന്നുള്ളതാണ്. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ കിലോമീറ്റർ എത്ര, കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് നമുക്ക് പറയാം. അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. കാരണം അതെങ്ങനെയാണ്, അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ആലോചിക്കും. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ. എത്രയാണ്? 1 കിലോമീറ്റർ പെർ അവർ ആണല്ലോ. കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് കിലോമീറ്ററിനെ നമുക്ക് ഈ കിലോമീറ്റർ എങ്ങോട്ടേക്ക് ആവണം? മീറ്ററിലേക്ക് ആവണം. അപ്പൊ ഈ കിലോമീറ്റർ മീറ്ററിലേക്ക് ആവണമെങ്കിൽ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. നമ്മൾ പറഞ്ഞല്ലോ 1000 ആണ്. ഇനി ആ ടൈമും മാറിയിട്ടുണ്ട്. നോക്കിയേ, അവർ എന്നുള്ളത് ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ടു സെക്കൻഡ്സ്. ആ അവർ എന്നുള്ളത്, മണിക്കൂർ എന്നുള്ളത് സെക്കൻഡ്സിലേക്ക് മാറിയതുകൊണ്ട് ആ പെർ എന്ന് പറഞ്ഞാൽ മീൻസ് ഡിവിഷൻ എന്നാണ് കേട്ടോ. സ്ലാഷ്, അതായത് ഈ സ്ലാഷ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഡിവൈഡിനെ ആണ്. അപ്പൊ പെർ മണിക്കൂർ ആണ്. അപ്പൊ പെർ സെക്കൻഡ്സിലേക്ക് ആകണമെങ്കിൽ നമ്മൾ ഇതേ പറഞ്ഞു, ഒരു മണിക്കൂർ എന്നുള്ളത് 60 × 60 3600 സെക്കൻഡ്സ് ആണ്. അപ്പൊ ദിസ് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 5/18 വന്നു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 5/18 എവിടെ നിന്ന് വന്നതാണ്? ഷോർട്ട് ഫോം ആണ്. ഏതിനെ? 1000/3600. ഈ 0 വെട്ടി നമുക്ക് മുകളിൽ നിന്ന് 2 0 വെട്ടാം. 10/36. 10/36നെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 2ന്റെ ടേബിളിൽ 5 2s are 10. ഇവിടെ 18 പ്രാവശ്യമാണ്. 18 × 2 ആണ് 36. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 5/18 എന്ന് കിട്ടിയത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് ഇന്നതിലേക്ക് മാറ്റാനായിട്ട് പറയും. ഇപ്പൊ 10 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആകുക, അല്ലെങ്കിൽ 50 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനെ നമ്മൾ മറ്റൊരു ഡിനോമിനേഷനിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1000/60 × 60 ആണ്. ഈ 60 × 60 ആദ്യത്തെ 60 മിനിറ്റ്സിലേക്കും അതിനെ വീണ്ടും സെക്കൻഡ്സിലേക്കും കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് 2 60 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നത്. നമ്മൾ ഇവിടെ എഴുതിയല്ലോ 1 hour is equal to 60 × 60 seconds, that is 3600. എന്തുകൊണ്ടാണ് ആ 60 × 60 സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് വെച്ചാൽ ആദ്യം അതിനെ മിനിറ്റ്സിലേക്കും ദെൻ അതിനെ സെക്കൻഡ്സിലേക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ 60 മിനിറ്റ്സിനെ സൂചിപ്പിക്കുന്നതും അടുത്ത 60 സെക്കൻഡ്സിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നേരിട്ട് ഞാൻ 3600 എഴുതാതിരുന്നതിന്റെ കാരണം. അപ്പൊ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്റർ 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ ആൻഡ് 1 hour ഈസ് ഈക്വൽ ടു 60 × 60 സെക്കൻഡ്സ്. അങ്ങനെ അതിനെ ഷോർട്ട് ആക്കി ചെറുതാക്കി 5/18. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കാൻ വി ഷുഡ് മൾട്ടിപ്ലൈ 5/18. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആ സംഖ്യനെ എത്രയും കൊണ്ട് ഗുണിച്ചാൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 5/18 എങ്ങനെ വന്നു എന്ന് കാണിക്കുന്ന കാൽക്കുലേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, മനസ്സിലായോ? അപ്പോ കിലോമീറ്റർ പെർ മണിക്കൂർ അത് വളരെ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇന്നതിലേക്ക് മാറ്റുക എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അത് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ കിലോമീറ്റർ പെർ അവർ ഈസ് ചേഞ്ച്ഡ് ടു മീറ്റർ പെർ സെക്കൻഡ്സ്. വി ഹാവ് ടു മൾട്ടിപ്ലൈ 5/18. 5/18. 5/18 എങ്ങനെ കിട്ടി എന്നുള്ള കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാണ്. യു ഹാവ് ടു ചേഞ്ച് 50 കിലോമീറ്റർ പെർ അവർ ഇൻ ടു
മീറ്റർ പെർ സെക്കൻഡ്സ് എന്ന് വിചാരിക്കാം എന്ന് പറയുന്നത്, അതായത് 50 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ്സിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട്. ഡാഷ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം 5/18. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ 50 ആണ്. 50 × 5/18 മൾട്ടിപ്ലൈ ചെയ്യാം. വെട്ടി ചെറുതാക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെറുതാക്കാം. ഇവിടെ 2ന്റെ ടേബിളിൽ നമുക്ക് 2 25s are 50, 2 9s are 18. 25നെ 5 കൊണ്ട് ഗുണിക്കാം. 125/9. 125നെ നമ്മള് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 9 is 9, ബാലൻസ് 3. 35ല് 7s are 20, 3s are 27, 8 ബാലൻസ് വരും. 8ൽ പോകില്ല, പോയിന്റ് ഇടാം. മുകളില് ഒരു 0 താഴെ ചേർക്കാം. 7 9 7s are 9 8s are 72. 8 പ്രാവശ്യം പോകും. 13.8 മീറ്റർ പെർ സെക്കൻഡ്സ് എന്ന് കിട്ടും. പോകും ഇനിയും അങ്ങോട്ട് കുറച്ചും കൂടി നമുക്ക് വീണ്ടും 8 വീണ്ടും ആവർത്തിച്ച് പോകുകയാണ്. അപ്പൊ ഇങ്ങനെ കിട്ടും 13.888 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ 13.8 മീറ്റർ പെർ സെക്കൻഡ്. എന്താ നമ്മൾ ചെയ്തത്? അതിന് 50 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. നേരെ അങ്ങോട്ട് ചെയ്താൽ മതി. 5/18 ഓർത്തിരിക്കുക. എങ്ങനെ 5/18 വന്നു എന്നുള്ള കാൽക്കുലേഷൻ നിങ്ങൾ അവിടെ ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് അതെങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് കിലോമീറ്റർ പെർ അവർ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് ടു ചേഞ്ച് ഇൻ ടു മീറ്റർ പെർ സെക്കൻഡ് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചാൽ, നേരിട്ട് ഗുണിച്ചാൽ മാത്രം മതി. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇഫ് യു ഹാവ് ടു ചേഞ്ച് 54 കിലോമീറ്റർ പെർ അവർ, അത് എത്ര മീറ്റർ പെർ സെക്കൻഡ്സിന് തുല്യമാണ് എന്നൊന്ന് ചെയ്തു നോക്കിയേ. 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ്സിന് തുല്യമാണ് എന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 54 കിലോമീറ്റർ പെർ അവർ ആണ്. 54 ഇൻറ്റു എത്ര കൊണ്ട് ഗുണിക്കണമെന്നാ പറഞ്ഞത്? 5/18 കൊണ്ട്. 5/18 എഴുതാം. വീണ്ടും നമുക്ക് ഇതുപോലെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യയാണ് നോക്കാം. 18 കൃത്യമായിട്ട് 54 3 പ്രാവശ്യം പോകും. ദാറ്റ് ഈസ് 15 മീറ്റർ പെർ സെക്കൻഡ്സ്. അതായത് ഈ വേഗത, ഈ ഒരു വേഗതയാണ്. ഇത് വേഗതയെ സൂചിപ്പിക്കാനാണ് നമ്മൾ എപ്പോഴും കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ മിനിറ്റ്, എന്താ പറയുക, മീറ്റർ പെർ സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 54 കിലോമീറ്റർ പെർ വേഗതയിൽ ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ ഓടുന്ന വാഹനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം ആയിക്കോട്ടെ, അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 15 മീറ്റർ ദൂരം പിന്നിടുന്നു എന്നാണ്. അപ്പൊ ഇത് രണ്ടും തുല്യമാണ്. 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ്സിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. ഓർത്തിരിക്കുക. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇഫ് യു ഹാവ് ടു ചേഞ്ച് മീറ്റർ പെർ സെക്കൻഡ്സ് ഇൻ ടു കിലോമീറ്റർ പെർ അവർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരുമായിരിക്കും? അവിടെ ആലോചിച്ച് നോക്കുക. അവിടെ കിട്ടിയത് നേരെ തിരിച്ചിങ്ങോട്ടാക്കണം എങ്കിൽ എന്ത് ചെയ്യണമായിരിക്കും? നമ്മൾ ഇത്രയും കണക്കുകളൊക്കെ കുറെ ചെയ്ത് പഠിച്ചേക്കണതല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാ അത് ചെയ്യാൻ പറ്റാന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന് നേരെ റിവേഴ്സ്. ഒരു കാര്യം, ഒരു മൾട്ടിപ്ലൈ ചെയ്ത സാധനം, ഒരു ഗുണിച്ച സാധനത്തെ നേരെ റിവേഴ്സ് ചെയ്യണം. ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം. പോയടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. എന്താണ് അപ്പൊ? 5/18 കൊണ്ട് ഗുണിച്ചിട്ടാണല്ലോ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയത്. എങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ വീണ്ടും കൺവേർട്ട് ചെയ്ത് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നേരെ റെസിപ്രോക്കൽ ചെയ്യുക. ഇപ്പൊ ഉദാഹരണം, നമുക്ക് കിട്ടിയത് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 15 ഇൻറ്റു ഈ എഴുതിയ 5/18 ഗുണിക്കണമെന്നല്ലേ നേരത്തെ പറഞ്ഞത്. അതെന്തിനാണ് 5/18 ഗുണിക്കണമെന്ന് പറഞ്ഞത്? എന്തിനാ? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കാൻ. തിരിച്ചിങ്ങോട്ടാക്കണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ തിരിച്ചിടുക എന്ന്, തല തിരിച്ചിടുക എന്ന് പറയും. എങ്ങനെയാണ് തല തിരിച്ചിടുക? നോക്കുക. 15/8 ആണ്. 5/18 എന്നുള്ളത് നമ്മൾ തിരിച്ചിടണം. 18/5 ആണ്. 18/5 തല തിരിച്ചിടുക. അതായത് 5/18 എന്നുള്ളത് നമ്മൾ റെസിപ്രോക്കൽ എഴുതി 18/5.
നോക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യ 5 15 കൃത്യമായിട്ട് 3 പ്രാവശ്യം പോകും. 3 × 18 എത്രയാണ് ഉത്തരം? 54 km/h. നോക്കിയേ, നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കിയത്. എന്നാൽ മീറ്റർ പെർ സെക്കൻഡിനെ നേരെ തിരിച്ച് നമ്മൾ വീണ്ടും km/h നമുക്ക് ചെയ്തപ്പോൾ നേരത്തെ എഴുതിയിരുന്ന ക്വസ്റ്റ്യൻ തന്നെയല്ലേ കിട്ടിയത്. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയേണ്ടത്? മീറ്റർ പെർ സെക്കൻഡിനെ km/s അവർ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഏതുകൊണ്ടാണ്? 18/5. 5/18 റെസിപ്രോക്കൽ 18/5 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഇങ്ങനെ km/h എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡിലേക്കും മീറ്റർ പെർ സെക്കൻഡ്സിനെ തിരിച്ച് km/h നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇത് വെച്ച് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി നോക്കാം. What is the speed of നമ്മൾ ഇവിടെ ഇക്വേഷൻ ഒക്കെ എഴുതിയല്ലോ. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എ car traveling 800 meter ആണ് തന്നിരിക്കുന്നത് in 40 seconds. അതായത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എ കാർ ട്രാവലിംഗ് 800 meter in 40 seconds. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് കാണാനാണ്. നമ്മൾ ഇതിനു മുമ്പ് തുടക്കം തന്നെ ഇതിനകത്ത് സ്പീഡും ടൈമും ഡിസ്റ്റൻസ് ഒക്കെ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. വേഗതയാണ് കാണേണ്ടത്. ഒരു കാറിന്റെ വേഗത കാറിന്റെ വേഗത കാണാൻ എന്ത് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? 800 meter. ദാറ്റ് ഈസ് ഇതെന്താണിത്? 800 meter എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. അത് സഞ്ചരിക്കുന്ന ദൂരം 800 മീറ്ററും. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ടൈം ആണ്. ടൈം ഈസ് ഗിവൺ ഇൻ സെക്കൻഡ്സ്. സമയം നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? സെക്കൻഡ്സിൽ 40 സെക്കൻഡ്. നമുക്ക് ഇത് നോക്കാം. ഇതിവിടെ മീറ്ററും സെക്കൻഡ്സും ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും കിട്ടുക? km/h മീറ്റർ പെർ സെക്കൻഡ്സിലായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് മീറ്ററിലാണ്, സമയം തന്നിരിക്കുന്നത് സെക്കൻഡ്സിലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് കിട്ടുന്നത് എത്രയിലായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്സിലായിരിക്കും. അപ്പൊ നമുക്ക് കാണേണ്ടത് സ്പീഡ് ആണ്. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതിനകത്ത് നോക്കിയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ. സ്പീഡ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. therefore സ്പീഡ് വേഗത സമം വേഗത കാണാനുള്ള ഇക്വേഷൻ എവിടെയാണ് വേഗത കിടക്കണം? ഏതാണത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം. ദൂരം നമുക്ക് തന്നിരിക്കുന്ന ദൂരം ഇവിടെ 800 ആണ്. ബൈ സമയം തന്നിരിക്കുന്നത് 40 സെക്കൻഡ്സ് ആണ്. ഒരു 0 വെട്ടാം. 0 വെട്ടി 4 8 2 പ്രാവശ്യം പോകും. ഒരു 0 നമുക്ക് ഇവിടെ എഴുതാനുണ്ട്. 20 meter/seconds എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടല്ലോ. ഇപ്പൊ ഇതുപോലെയുള്ള ഒരു കണക്ക്, അതായത് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസും ടൈമും നമുക്ക് ഓൾറെഡി തന്നിരുന്നു. ഡിസ്റ്റൻസ് നമുക്ക് തന്നത് മീറ്ററിലും നമുക്ക് ടൈം തന്നത് സെക്കൻഡ്സിലുമാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനിൽ കൊടുത്ത് നമ്മൾ ചെയ്തു. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ദൂരം ബൈ സമയം വെച്ച് 20 meter/second കിട്ടിയല്ലോ. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് km/h മീറ്റർ പെർ സെക്കൻഡ്സോ ആണോ എന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് വേണം നമുക്ക് കണക്കുകൾ ചെയ്യാൻ. അത് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു കോമൺ ഡിനോമിനേഷനിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം, അതായത് ഏതെങ്കിലും ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കണോ, km/h ആക്കണോ, രണ്ട് സമയങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാൻ. അപ്പൊ സ്പീഡാണ് കിട്ടിയത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. വീണ്ടും ഇക്വേഷൻ ഏത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എ ബസ് travels from Thiruvananthapuram to Thrissur. Thiruvananthapuram to Thrissur from 9 o'clock and reached Thrissur at 5 o'clock in the evening. The speed of the bus is 35 km/h. Then what is the distance
bus traveled. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എ ബസ് ട്രാവൽഡ് ഫ്രം തിരുവനന്തപുരം ടു തൃശൂർ ഫ്രം 9 o'clock ആൻഡ് റീച്ച്ഡ് തൃശൂർ അറ്റ് 5 o'clock ഇൻ ദ ഈവനിങ്. 9 മണിക്ക്, അതായത് രാവിലെ ആയിരിക്കും, കാരണം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് 5 o'clock ഇൻ ദ ഈവനിങ് എന്ന്. ഈ വൈകുന്നേരം 5 മണിക്കാണ് അതിന്റെ ഡെസ്റ്റിനേഷൻ ആയ തൃശ്ശൂർ എത്തിച്ചേർന്നിരിക്കുന്നത്. ദ സ്പീഡ് ഓഫ് ദ ബസ്, ബസിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ഓൾവേസ് വിൽ ബി ഡിനോട്ടഡ് ആസ് കിലോമീറ്റർ പെർ അവർ, ഒന്നില്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ എന്നോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്സ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് സ്പീഡ് തരിക. ആൻഡ് ടൈം തന്നിട്ടുണ്ട്. ടൈം ഇവിടെ നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ യു ഹാവ് ടു കാൽക്കുലേറ്റ്. 9 മണി മുതൽ 9 AM ആണ് to 5 PM ഈ പറഞ്ഞ ബസ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു ട്രാവൽ സച്ച് എ ഡിസ്റ്റൻസ്? അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ട് എത്ര സമയമാണ് എടുത്തിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആദ്യം തന്നെ കണക്കാക്കണം. 9 മണിക്ക് രാവിലെ പുറപ്പെടുന്നത്, 5 മണിക്ക് വൈകുന്നേരമാണ് എത്തിച്ചേരുന്നത്. എത്ര സമയം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 9, 10, 11, 12, 1, 2, 3, 4, 5. എത്ര മണിക്കൂറാണ്? 8 hours. അത് 8 മണിക്കൂർ കൊണ്ടാണ്, 8 hours എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ടൈം നമുക്ക് കിട്ടി. ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനുള്ള ക്ലൂ ഇവിടെയുണ്ട്. 9 o'clock മോർണിംഗിൽ പുറപ്പെടുന്നു, 5 o'clock ഈവനിങ്ങിൽ അത് എത്തിച്ചേരുന്നു. സോ ദ ടൈം ഈസ് 8 hours. 8 മണിക്കൂറാണ്. ഇനി സ്പീഡ് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് 35 കിലോമീറ്റർ പെർ അവർ. 35 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. സോ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളുടെ ആ ഫിഗർ നോക്കി ഒന്ന് പറഞ്ഞേ. എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. വേഗത ഇൻറ്റു സമയം. വേഗത 35 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സ്പീഡ് തന്നിരിക്കുന്നത് 35 കിലോമീറ്റർ പെർ അവർ. ടൈം തന്നിരിക്കുന്നത് നമുക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു 8 hours. 35 × 8. 35 × 8 ഗുണിച്ചെയ്താം. 40, 24, 280. 280 കിലോമീറ്റർ. എന്തുകൊണ്ട് അത് കിലോമീറ്റർ എഴുതി മീറ്റർ എഴുതാതിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? കിലോമീറ്റർ തന്നെ. അപ്പൊ 280 കിലോമീറ്റേഴ്സ്. 35 × 8. 8 5 40 0 ശിഷ്ട 4 എഴുതി. 24 4 28 280 കിലോമീറ്റർ. നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടൈം തന്നിട്ടുണ്ടാവില്ല. ഇവിടെ ഡയറക്റ്റ് സമയം തന്നില്ല. എത്ര സമയം കൊണ്ട് അവിടെ എത്തിയെന്ന് തന്നിരുന്നില്ല. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ബിക്കോസ് അതിനുള്ള ക്ലൂ അവിടെ ഉണ്ടായിരുന്നു. എന്ത്? 9 o'clock AM പുറപ്പെടുന്നു, 5 o'clock ഈവനിങ്ങിൽ എത്തിച്ചേരുന്നു. സോ അതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എത്ര സമയം എടുത്തു ആ വണ്ടി അവിടെ എത്താനായിട്ട്? 8 hours എടുത്തു. സ്പീഡ് തന്നിട്ട് 35 കിലോമീറ്റർ പെർ അവർ. സോ ദ ഡിസ്റ്റൻസ് ഈസ് 280 കിലോമീറ്റർ. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഒരു സാധനം നിങ്ങൾ മറക്കാതെ ഇരിക്കുക. കാരണം ഈ ഒരു ഇത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആകും. നിങ്ങൾ കാണാതെ പഠിക്കുന്നേക്കാൾ നല്ലത് ഇതിങ്ങനെ മനസ്സിലോർക്കുക. ഡിസ്റ്റൻസ് ഇവിടെ എഴുതുന്നു, ഇത് സ്പ്ലിറ്റ് ചെയ്ത് ടൈമും സ്പീഡും എഴുതുന്നു. ഡിസ്റ്റൻസ് കാണുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് കാണുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം കാണുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങനെ ഓർക്കുക. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏതാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ ഇക്വേഷനിൽ കൊടുക്കാനായിട്ട് ഇത് ഓർത്തിരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്റർ പെർ അവർ ആണോ മീറ്റർ പെർ സെക്കൻഡിലേക്കാണോ, ഏതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ എന്നുള്ളത് നിങ്ങളുടെ തന്നിരിക്കുന്ന ഇവിടെയുള്ള ക്വസ്റ്റ്യനിലുള്ള ഡിനോമിനേഷൻ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം എന്നീ ഭാഗത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കേട്ടത്. അതിന്റെ എന്താ പറയാ ഇക്വേഷൻസ്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. ഇതിന്റെ ബാക്കി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.